everyone, welcome to Steffi's Color Palette. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനോട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഒരുമിച്ച് കുറച്ചധികം സൽവാർ സെറ്റുകൾ വാങ്ങിച്ചു. ഇതെല്ലാം ഒരുമിച്ച് ഞാൻ വാങ്ങിച്ചാണ്. പെട്ടെന്ന് പോയി എനിക്ക് കുറച്ച് സൽവാർ സെറ്റുകൾ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോയി കുറച്ച് അധികം സൽവാർ സെറ്റുകൾ വാങ്ങിച്ചു. അങ്ങനെ 2-3 കടകളിലായി നിന്ന് കണ്ടിഷ്ടപ്പെട്ടത് ഹാൻഡ് പിക്ക് ചെയ്ത് എടുത്ത കുറച്ച് സെറ്റുകളാണിത്. ഇതെല്ലാം ഒരുമിച്ച് എടുത്തതാണ്. ബട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തതിന് ശേഷം വന്നിട്ട് എല്ലാം ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യായതുകൊണ്ട് ഒരെണ്ണം പെട്ടെന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തു. ബാക്കിയൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല, എല്ലാം അൺസ്റ്റിച്ച് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. സോ ഫസ്റ്റ് എൻ്റെ കയ്യിൽ ഞാൻ എടുത്തിരുന്ന ഒരു സെറ്റ് ഇതാണ്. അത്യാവശ്യം നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. എനിക്ക് അത്യാവശ്യം കുറച്ചൊരു ഫോർമൽ ടച്ച് വരുന്ന അത്യാവശ്യം ഗ്രാൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെ എടുക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ പോയത്. കാരണം കാഷ്വൽസ് ആണ് ഞാൻ എപ്പോഴും എടുക്കാറുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ച് പാർട്ടി വെയർ ടൈപ്പ് പോലത്തെ അത്യാവശ്യം കാഷ്വലായിട്ടൊക്കെ വീഡിയോസിലായാലും എൻ്റെ പ്രൊഫഷൻ അനുസരിച്ച് വീഡിയോസ് എടുക്കുന്ന സമയത്തായാലും ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്തായാലും അല്ലാതെ ഇപ്പോൾ അത്യാവശ്യം ചെറിയ പാർട്ടികളിലൊക്കെ പോവുകയാണെങ്കിലും വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ മെറ്റീരിയലാണ് ഞാൻ നോക്കി എടുത്തിരുന്നുള്ളത്. ഫസ്റ്റ് ഞാനൊരു ബൊട്ടിക്കിൽ പോയപ്പോൾ അവിടുന്ന് എടുത്തതാണ് ഇതും അതേപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലും. ഇതിൽ ഈ ഒരു മെറ്റീരിയൽ ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതൊന്നും സ്റ്റിച്ച്ഡ് ആക്കിയിട്ടില്ല, ഇനി എല്ലാം സ്റ്റിച്ച് ചെയ്യണം. സോ ഇതാണ് ഇതിൻ്റെ ഒരു ടോപ്പായിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ചന്തേരി പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്. ബ്രോക്കേഡ് വർക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ടല്ലോ അല്ലേ, ഞാൻ ഇരുന്ന് കാണിക്കുമ്പോൾ അങ്ങനെ. ഇതാണ് ഫ്രണ്ട് വേർഷൻ വരുന്നത്. സെയിം അതേ കളറിൽ തന്നെ ഒരു പാൻറ് ഇതാണ് വരുന്നത്. ഓൾറെഡി വെക്കുമ്പോഴേ അത് ഭംഗിയുള്ളൂ. കാരണം ഇത്രയും സ്റ്റിച്ച് ചെയ്തിട്ട് ഒരുമിച്ചൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ളത് കാണിക്കാൻ പറ്റില്ല. പിന്നെ വരും വീഡിയോസിലായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഫ്രണ്ട് വരുന്നത്. താഴേക്ക് ഫ്രണ്ട് സൈഡിൽ ഫുള്ള് ഇതേപോലെ സ്മോൾ ബൂട്ടാസ് വരുന്ന രീതിയിലാണ് ഡിസൈൻ പോയിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്ക് നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. സെയിം കളർ പാൻ്റ് ആണ്. സോ മിക്കവാറും പെൻസിൽ പാൻ്റ് തന്നെയായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ടോപ്പ് മെറ്റീരിയൽ ആൻഡ് ലൈനിങ് പാൻ്റ് എല്ലാം തന്നെ. ഇതാണ് ഷോള്. 3 ഒരേ കളറിലാണ്. ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു ഷോള്. നമുക്കിങ്ങനെ വൺ സൈഡൊക്കെ അഴിച്ചിരുന്ന സമയത്ത് നന്നായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിൽ ഒരു ഷോളാണ്. ഇതാണ് ഒരു ബ്രോക്കേഡ് വർക്ക് വരുന്ന നല്ലൊരു ഷോളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു ഷോപ്പിൽ ആദ്യം പോയിട്ട് ഇതും പിന്നെ അതേപോലെ ഒരു ലെമൺ യെല്ലോ കളറാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ലൈനിങ് വെച്ചെടുത്ത ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ആദ്യം എടുത്ത ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്. പക്ഷെ എനിക്കത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഷെയ്ഡിന് എനിക്കതത്ര ചേരാത്ത പോലെ ഫീൽ ചെയ്തു. അപ്പം ഞാനത് പോയി മാറിയിട്ട് രണ്ടാമതെടുത്ത മെറ്റീരിയൽ ആണിത്. എനിക്കെന്തോ ഇത് കുറച്ചുകൂടെ രണ്ടും ഏകദേശം അല്ല, മീൻസ് ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അത്യാവശ്യം ഇതൊരു ഗ്രീനിഷ് ചേർന്ന ഒരു ഒലിവ് ഗ്രീൻ അല്ല, ബട്ട് സ്റ്റിൽ ഒരു ലെമൺ യെല്ലോയും അല്ല. അത് രണ്ടെണ്ണത്തിൻ്റെയും കൂടെ ഇടയിൽ നിൽക്കുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ടച്ചാണ്. അപ്പോൾ എനിക്കിത് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ. സോ രണ്ടാമത്തെ സെറ്റ് ഇതാണ്. രണ്ടാമത്തെ സെറ്റിൻ്റെ അകത്ത് ഇതും ഈ പറഞ്ഞ പോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇത് ഞാൻ വേറൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. സോ ഇതാണ് ഇതിൻ്റെ ഫുൾ ഒരു ഡിസൈൻ. പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. പ്ലെയിൻ ആയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു ഡിസൈൻ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല, ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ഫ്രണ്ടിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഒരു ക്രഷ്ഡ് ഓർഗൻസ മെറ്റീരിയലാണ്. പക്ഷെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുന്ന് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻസ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്. ഓർഗൻസാണെന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഒരു ഓർഗൻസ, ഒരു ക്രഷ്ഡ് മെറ്റീരിയൽ ആണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ത്രെഡ് വർക്കാണ് പോയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു കളറാണ്. വൈൻ പേർപ്പിൾ അല്ലേ, ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഷോള് ഈ ഒരു രീതിയിൽ ഫുൾ വർക്കാണ്. ഇതത്ര വർക്ക്ഡ് അല്ലല്ലോ, ഒരു കുറച്ചുകൂടെ സിമ്പിൾ അല്ലേ. അപ്പോൾ അന്നേരം അതിന് ചേരുന്ന രീതിയിൽ പക്ക വർക്കായിട്ട് വരുന്ന ഫുൾ ത്രെഡ് വർക്കാണ്. സ്കാലപ്പ് എൻഡാണ്. ആൻഡ് ഓൾസോ ഇവിടെ ഫുള്ള് ത്രെഡ് വർക്ക് വരുന്ന ഒരു ഷോളാണ്. നന്നായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് അപ്പോൾ അതുകൊണ്ട് കഴുത്തിന് പ്രത്യേക ഡിസൈൻ ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നു ആ നെക്ക് ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുത്തിട്ട് ഷോള് മാത്രമായിട്ട് വെയർ ചെയ്യുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് വൺ. അപ്പോൾ ഇതൊക്കെ ഇന്ന് എനിക്ക് സ്റ്റിച്ച് ചെയ്യണം.
ഓരോന്നിനും പാറ്റേൺ കണ്ടുപിടിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇത്. എന്തായാലും സോ ഇത് പാൻറ് വളരെ പ്ലെയിൻ ആയിട്ടുള്ള പാറ്റേൺ ആണ്. സോ അതാണ് നമ്മുടെ സെക്കൻഡ് പീസ്. അടുത്ത ഞാൻ സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽ തന്നെ കാണിക്കാം. ഇത് ഞാൻ ആദ്യം ആ ഒരു ഒലിവ് ഗ്രീൻ അല്ല, ആ ഒരു ഫസ്റ്റ് പീസ് കാണിച്ചില്ലേ, അതിന്റെ കൂട്ടത്തിൽ വാങ്ങിച്ചാണ്. ഇത് ആ ചുങ്കിടി ടൈപ്പ്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തു, ഓൾറെഡി സ്റ്റിച്ച് ചെയ്തു. നോർമൽ ചുങ്കിടി, നല്ല മെറ്റീരിയൽ ആണ്. ഒരു ജോർജറ്റ് മെറ്റീരിയൽ പോലെ ബോഡിനോട് ചേർന്ന് കിടക്കുന്ന രീതിയിൽ ചുങ്കിടി മെറ്റീരിയൽ ആണ്. ഇതിന്റെ അടിയിൽ ഈ ഒരു ബ്ലാക്ക് ആയിരുന്നു പ്ലെയിന്. ഞാൻ പിന്നെ ഇതിന്റെ അടിയിൽ റെഡ് വരുന്നുണ്ടായതുകൊണ്ട് അതിന്റെ പീസ് ബാക്കി എടുത്തിട്ട് കയ്യിലൂടെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു നോർമൽ കഴുത്ത്, നോർമൽ വൈഡ് കഴുത്താണ് ബാക്കും ഫ്രണ്ടും കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു നോർമൽ കുർത്തിയാണ് തയ്ച്ചിരിക്കുന്നത്. ഇതിന്റെ ഷോളും സെയിം, ഒരു പ്രത്യേക ഷോളും സെയിം ആയിട്ട് ഇങ്ങനെയാണ് ഷോൾ വരുന്നത്. നല്ല സുഖമാണ്, നല്ല മെറ്റീരിയൽ ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു ജോർജറ്റ് അല്ല കേട്ടോ, പക്ഷെ ഇത് ജോർജറ്റും അല്ല, പക്ഷെ നല്ല സുഖമാണ് പിടിക്കാൻ, ആ ഒരു ടൈപ്പിലാണ്. അപ്പൊ ഇതും ഈ പറഞ്ഞ പോലെ ടോപ്പിന്റെ അതേപോലെ തന്നെ ബേസിൽ ഒരു റെഡിഷ് കളറ്, ഇവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ വരുന്ന നല്ലൊരു ഇതാണ്. നമുക്കിങ്ങനെ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ സ്റ്റൈലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു ഷോളാണ്. പാൻറ് ഞാൻ തയ്ച്ചിട്ടില്ല, ബേസിക്കലി എനിക്ക് അത് തയ്ക്കാനുള്ള സമയവും കിട്ടിയില്ല. ആൻഡ് ഈ പാൻറ്റിനും ഇതേപോലെ ലൈനിങ് ഇടണം. അപ്പം ഞാൻ പാൻറ്റിന് ലൈനിങ് പിന്നാണ് പോയി വാങ്ങിച്ചത്. എൻ്റെ നെക്സ്റ്റ് ഡേ ഞാൻ പറഞ്ഞില്ലേ മാറാൻ പോയി, അത് മാറാൻ പോയപ്പോൾ ലെമണിലോ മാറാൻ പോയപ്പോഴാണ് ഞാൻ പിന്നെ ഇത് അന്ന് തന്നെ വാങ്ങിച്ച ദിവസം തന്നെ വൈകുന്നേരം ഞാൻ തയ്ച്ചു. ഇതപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കത് ലൈനിങ് വേണമെന്ന് പിന്നെ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് പിന്നെ പോയപ്പോൾ ഞാൻ ലൈനിങ് വാങ്ങിച്ചു. പിന്നെ എന്താ ഇതിന് ഒരു ആയമുണ്ട്, നല്ല രീതിയിൽ കാണും. പക്ഷെ ഇതുണ്ടല്ലോ, പാൻസ് തയ്ക്കണം എന്ന് നിർബന്ധമില്ല. കാരണം ഇതിനൊരു പ്ലെയിൻ ബ്ലാക്ക് നമ്മൾ നോർമൽ ഒരു പെൻസിൽ പാൻറ് ഇട്ടിരുന്നാലും മതി. ഇതപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതിനും ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് എണ്ണത്തിനും ഈ ഷോൾ തന്നെ ഇടാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു പലാസോ പോലെ തയ്ക്കണം. ബിക്കോസ് ഇതാണ് ഫുൾ ഒരു ഡിസൈൻ ഈ പാൻറ്റിൻ്റെ. അപ്പോൾ ഞാൻ നോക്കട്ടെ, ഞാൻ തീരുമാനിച്ചിട്ടില്ല ഏത് രീതിയിൽ വരണം എന്ന്. എന്തായാലും ഇതാണ് ഇതിൻ്റെ പാൻറ്റിൻ്റെ മെറ്റീരിയൽ. ഇത് ടോപ്പ്, അതേപോലെ തന്നെ ഇത് ഷോൾ. ഈ രീതിയിൽ സെറ്റാണ്. ഇത് മാത്രമേ ഉള്ളൂ ഞാൻ സ്റ്റിച്ച് ചെയ്തത്, ബാക്കി എല്ലാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പം ഇതാണ് മൂന്നാമത്തെ നമ്മുടെ സെറ്റ്. അടുത്ത നമ്മുടെ മെറ്റീരിയൽ ഇതാണ്. ഇത് ഒരു വൈറ്റ് കളർ, വൈറ്റ് അല്ല, ഇത് ഒരു ഓഫ് വൈറ്റ് കളർ, ഓഫ് വൈറ്റ് ആൻഡ് ബ്ലൂ എന്ന ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ്. പക്ക ഒരു ഓഫ് വൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം കൂടുതലും ബ്ലൂ ആണ് എടുത്ത് നിൽക്കുന്നത്. ആൻഡ് ഈ ഒരു കളറിനും ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് ഡിമ്മാണ്. ഈ ഒരു ഡിസൈനാണ് ബാക്കിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിന്റിന്റെ മുകളിൽ ഇരിക്കുന്നതുകൊണ്ടാണ് കുറച്ചുകൂടി ഡിമ്മായിട്ട് തോന്നുന്നത്. സോ ഇതാണ് ഫ്രണ്ടിലത്തെ ഡിസൈൻ, ഇങ്ങനെ വരും. ഇതാണ് ഫ്രണ്ടിലത്തെ ഡിസൈന്. അടിയിലും ഈ പറഞ്ഞ പോലെ ഡിസൈൻ പോയിട്ടുണ്ട്, ഒരു ബോർഡർ പോലെ ഒരു ഡിസൈൻ പോയിട്ടുണ്ട്. ഫുൾ ഇതേപോലെ മടക്കി ഇങ്ങനെ അടിക്കത്തില്ല, പാനലിങ്ങിന് പോലെ. പാനൽ വർക്കല്ല, പക്ഷെ അതിനെന്താ പറയുക, ഇങ്ങനെ ക്രോസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമല്ലോ, ആ രീതിയിൽ സ്റ്റിച്ച് പോയിട്ടുണ്ട്. ആൻഡ് ഫ്രണ്ടിൽ ഓൾറെഡി ഇങ്ങനെ ഒരു ഡിസൈൻ പോകുന്നുണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് കഴുത്തിന് മാത്രം ഡിസൈൻ കൊടുത്താൽ മതി. ഇതിൻ്റെ ബാക്ക് പ്രിൻ്റാണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക്, ടോപ്പിൻ്റെ ബാക്ക് ഇതേപോലെ ഒരു പ്രിന്റ് ഷെയ്ഡാണ് വരുന്നത്. ഫ്രണ്ട് മാത്രമേ ഉള്ളൂ ഈ ഒരു രീതിയിൽ. അത് കുറച്ച് വെറൈറ്റിയാണ്. നോർമലി ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടല്ലേ വരുന്നത്, എന്നാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് കുറച്ച് വർക്കുണ്ട്. പാൻറ് ഇതേപോലെ തന്നെ, ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ആണ്. അപ്പം പാൻറ് നോർമൽ ഒരു വൈറ്റ്, ഓഫ് വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു യെല്ലോയിഷ് കളറുണ്ട്. ബട്ട് സ്റ്റിൽ ഇതാണ് അതിൻ്റെ പാൻറ്. ഞാനിതും ഒരു പെൻസിൽ പാൻറ് ടൈപ്പിലേ തയ്ക്കാൻ സാധ്യതയുള്ളൂ. ആൻഡ് ഇതാണ് ഷോൾ വരുന്നത്. അപ്പം ഈ ഒരു ടൈപ്പിലേക്ക് ഒത്തിരി ട്രെൻഡിങ് ആണ്. റെഡിമെയ്ഡ്സ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ റെഡിമെയ്ഡ്സ് അവൈലബിൾ ആണ്. ഞാൻ വെച്ച് നോക്കിയപ്പോൾ ഇത് കുറച്ച് ക്ലാസി ലുക്ക് ഫീൽ ചെയ്തു. അപ്പം ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത്. നല്ല അടിപൊളിയായിട്ടില്ലേ? മൂന്നും കൂടെ വരുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം എന്താണെന്നുള്ളത് കമൻസിൽ പറയണം കേട്ടോ. ഈ സൽവാസിൽ എല്ലാത്തിലും നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമൻസിൽ പറയണം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു കേസ്. ഇതും ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് പ്രിൻ്റ് ആണെന്ന് തോന്നുന്നു. ഇത് വർക്ക് പ്രിൻ്റാണ്, ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തതാ. ഈ ഒരു ഇതിൽ ചെക്കായിട്ടുള്ള ഡിസൈനാണ്, വീവ്സ് പോയിരിക്കുന്ന ചെക്കാണ്. ഡിസൈൻസ് ബ്ലോക്ക് പ്രിൻ്റാണ്. ആ രീതിയിലാണ്. ടോപ്പിലും അത് തന്നെയാണ്, ബ്ലോക്ക് പ്രിൻ്റ് ആണ്, അല്ലാതെ സ്റ്റിച്ചിങ്ങോ ത്രെഡ് വർക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എനിക്ക് വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു. സോ ലൈറ്റ് ഷെയ്ഡും ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത
എത്രാമത്തെ ആടാ നാലാമത്തെ സൽവാർ ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്താണെന്നുള്ളത് കമൻസിൽ പറയാം. ഓക്കെ, സോ ഇത് ഞാൻ സൈഡിൽ വെച്ചേക്കുന്നത് വെച്ചാൽ ഇതെല്ലാം ലൈനിങ് ആണ് കേട്ടോ. അപ്പോൾ അതങ്ങ് മാറ്റിയേക്കാം, കാരണം ഇതിനെല്ലാത്തിനും ലൈനിങ് കേട്ടോ. ഇതിൻ്റെ ഇപ്പം ഞാൻ എടുത്തതിന് ഇത് ഓഫ് വൈറ്റിന്, അതേപോലെ ഇത് ആദ്യം കാണിച്ച ഗ്രീനിൻ്റേത്, ഇതാ ബ്ലാക്കിന് ഞാൻ ലൈനിങ് വെക്കണം എന്ന് പറഞ്ഞു പാൻറ്റിന്, അത് സെപ്പറേറ്റ് ലൈനിങ് വാങ്ങിച്ചത്. ഇതാ വൈൻ ഷെയ്ഡിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ലൈനിങ്. ആൻഡ് ഞാൻ എല്ലാത്തിനും ലൈനിങ് വെച്ചാൽ വാങ്ങിക്കില്ല. ആദ്യം ലെമണല്ലോ വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ലൈനിങ്ങും എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കെന്തോ എന്നെ കുറച്ച് ഡിമ്മാക്കുന്ന രീതിയിൽ, എനിക്ക് അത്ര സൂട്ടാവാത്ത രീതിയിൽ തോന്നി. അങ്ങനെയാണ് ഞാൻ പിന്നെ അത് മാറ്റിയത്. അപ്പോൾ അതിനും ഞാൻ ലൈനിങ് വാങ്ങിച്ചായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനെല്ലാത്തിനും പല രീതിയിൽ 2.5 3 മീറ്റേഴ്സ് അങ്ങനെ മെറ്റീരിയൽ നോക്കി അതനുസരിച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് ഇതെല്ലാം ഇനി ഈ കാണാൻ വരുന്ന ഇതാണ് ബ്ലൂ, ഇതിന് വേണ്ടിയിട്ട് ഓറഞ്ച്, ആൻഡ് ഓൾസോ ഇതിന് വേണ്ടിയിട്ടുള്ള യെല്ലോ, ഇതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഷെയ്ഡ്. അങ്ങനെ ലൈനിങ്സ് എല്ലാം സെപ്പറേറ്റ് വാങ്ങിച്ച്, ലൈനിങ് കൂടുതലും ഞാൻ പരാഗിന്നും അതേപോലെ തന്നെ എനിക്ക് ഇത് വാങ്ങിച്ച ഷോപ്പിൽ നിന്ന് തന്നെ കുറച്ച് എണ്ണത്തിന് കിട്ടി. പിന്നെ ഞാൻ കൂടുതലും ക്രേപ്പാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, കോട്ടൺ അല്ല, ക്രേപ്പാണ്. അതാകുമ്പോൾ കുറച്ചുകൂടെ സുഖമാണ്, നമുക്ക് അകത്ത് അത്ര ഒരു കോട്ടൺ ഇടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല ക്രേപ്പിന്. അപ്പോൾ അതുകൊണ്ട് കൂടുതലും ആ മെറ്റീരിയലും അങ്ങനെ ഒഴുകി കിടക്കുന്ന ആയതുകൊണ്ട് എല്ലാത്തിനും നമുക്ക് കോട്ടൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ക്രേപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം. ഇത് ലൈനിങ് ആണ്. ഞാനപ്പോൾ വാങ്ങുമ്പോൾ തന്നെ എൻ്റെ കൂട്ടത്തിൽ വാങ്ങും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കളർ എടുക്കാറില്ല, പിന്നെ നമ്മൾ സൽവാർ കൊണ്ടുപോയി കളർ മാച്ച് ചെയ്ത് അങ്ങനെയൊക്കെ വാങ്ങാൻ എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാം വാങ്ങിച്ചു. ഇതെല്ലാം കട്ട് ചെയ്യണം. അപ്പം നോക്കാം, എല്ലാം അതിന് മാച്ചിങ് ആയിട്ടുള്ള ലൈനിങ് സെറ്റ് ചെയ്യണം. ഞാൻ ലൈനിങ് വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് എനിക്ക് വാങ്ങുന്നത്. കാരണം നമുക്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ യൂസ് ചെയ്യുമ്പോഴായാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ലോങ് ലാസ്റ്റ് ചെയ്യും. എല്ലാത്തിനും ഞാൻ ലൈനിങ് വെച്ചതായിരിക്കുന്നത്. കൈക്കും ഞാൻ കൂടുതലും ലൈനിങ് വെച്ച് തന്നെയാണ് വയ്ക്കുന്നത്. ഇത് റെഡിമെയ്ഡ് ആണ് കേട്ടോ, അതുകൊണ്ട് ഇതിന് ലൈനിങ് ഇല്ല. ബട്ട് സ്റ്റിൽ മെറ്റീരിയലായിട്ട് ഞാൻ വാങ്ങിച്ച് തയ്ക്കുന്നതിന് എല്ലാത്തിനും അത്യാവശ്യം മീൻസ് ചിലതിനൊക്കെ ഉണ്ടല്ലോ നെറ്റൊക്കെ ആകുമ്പോൾ കൈക്ക് ലൈനിങ് വെക്കാത്തതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. അങ്ങനെയൊക്കെ അല്ലാതെ നോർമലായിട്ട് വരുന്ന എല്ലാവരും, കാരണം നമ്മൾ ഉരമ്പോഴായാലും ഇടുമ്പോഴായാലും ഒരു എക്സ്ട്രാ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരിക്കും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും എല്ലാത്തിനും ലൈനിങ് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ അടുത്ത സൽവാർ സെറ്റ് നോക്കാം. എല്ലാം കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡാണ്. ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് ആ ലെമണല്ലോ വെച്ചപ്പോഴായിരിക്കും എനിക്കെന്തോ അങ്ങനെ ഇഷ്ടപ്പെടാൻ. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇതിപ്പോൾ മാറ്റിയത്. അപ്പോൾ ഇത് ബ്രൊക്കേഡാണ്, ഇത് ബ്രൊക്കേഡ് വർക്ക്. അപ്പം ഒരു ബനാറസി ബ്രൊക്കേഡ് വർക്കാണ്. പ്ലെയിൻ ടോപ്പാണ്, പ്രത്യേകിച്ച് ഒന്നും ഡിസൈൻ ഇല്ല. ഫുൾ ബാക്ക് ആൻഡ് ഫ്രണ്ട് ഫുൾ ഈ ഒരു ഡിസൈനാണ്, ബനാറസി ഡിസൈനാണ്. ആൻഡ് ഇതാണ് പ്ലെയിൻ ഒരു ടോപ്പാണ്. ടോപ്പ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ബോട്ടമും അതേപോലെ തന്നെ ഒരു ഷൈനി സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നു ഈ ഷോളാണ്. ആൻഡ് മൂന്നും ഒരേ കളറിലാണ് ആകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കുറച്ചുകൂടെ ഒരു നമ്മുടെ ബോഡി കട്ടാവാതെ ഒരു ഫുൾ നല്ല നീളം ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും എല്ലാം ഒരേ ഷെയ്ഡ് തന്നെ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ അത്യാവശ്യം നല്ല നീളവും വീതിയും ഒക്കെ ഉണ്ട്, നല്ല ലെങ്ത് ഉണ്ട്. ഒരു ടോപ്പ് തയ്ക്കാൻ മാത്രം കണ്ടോ അത്രയും നീളമുണ്ട് ആൻഡ് വീതിയും. അപ്പം ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഇതെല്ലാം വീവാണേ, കാരണം ഇപ്പോഴത്തെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതെല്ലാം വീവാണ്, ബ്രൊക്കേഡ് വീവാണ്. അപ്പം ഇതിന് 4 സൈഡും ബോർഡേഴ്സ് പോകുന്നുണ്ട്, ലൈനായിട്ടുള്ള നീക്കാണ്. ബൂട്ടാസ്, ചെറിയ ബൂട്ടാസ് ഓരോ ലൈൻസിൻ്റെ ഇടയിലുണ്ട്. ഇതാണ് ഷോള്. അത്യാവശ്യം ഇപ്പം തന്നെ കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ സ്കിന്നിനെ കുറച്ചുകൂടെ നമ്മുടെ എല്ലാവരുടെയും സ്കിന്നിനെ കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റ് ആക്കുന്ന ഒരു കളറാണ്. ഇതിൻ്റെ തന്നെ ചില്ലി റെഡും ഉണ്ടായിരുന്നു, അത് പക്ഷെ ഭയങ്കര കളറായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അത് ചൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതെടുത്തു. ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒത്തിരി ഡിസൈൻ ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കില്ല. ഞാൻ മോസ്റ്റ്ലി ആ ഒരു കഴുത്ത് അത്യാവശ്യം നല്ല ഏതെങ്കിലും ഒരു പാറ്റേൺ കൊടുത്തിട്ട് പൈപ്പിങ് ചെയ്യുകയായിരിക്കും മോസ്റ്റ്ലി ചെയ്യുക. അപ്പം എന്തായാലും ഇതിൻ്റെയൊക്കെ ഔട്ട്കം എങ്ങനെ വരും എന്നുള്ളതിൽ ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ്. എന്തായാലും വരും വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം? അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് എല്ലാത്തിനും. എനിവേ നോർമൽ സ്ലിറ്റഡ് കുർത്തി തയ്ക്കണം എന്നാണ് ഇപ്പം എൻ്റെ ഒരു
തോട്ട് ഇനി ഏതെങ്കിലും സ്പെഷ്യൽ ഡിസൈൻ എന്നാണെന്ന് തോന്നുകയാണ്. പിന്നെ അതേപോലെ തന്നെ മെറ്റീരിയൽ എത്ര മീറ്റർ ഉണ്ടെന്ന് ഞാൻ പ്രത്യേകം എടുത്ത് നോക്കിയിട്ടില്ല. ടോപ്പിൻ്റെ മെറ്റീരിയൽ ഒരു 230 ഒക്കെ ഉള്ളെങ്കിൽ നോർമലി സ്ലിറ്റഡ് ടോപ്പ് അല്ലാതെ എനിക്ക് വേണമെങ്കിൽ ഈ ഫ്രണ്ടിലൊക്കെ കുറച്ച് പ്ലീറ്റ്സുകളൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ എൻ്റെ വണ്ണം വെച്ചിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില കേസിലൊക്കെ എനിക്ക് ഒത്തിരി മെറ്റീരിയലൊക്കെ ബ്ലാക്കിനൊക്കെ എനിക്ക് ഒത്തിരി മെറ്റീരിയൽ ബാക്കി വരും. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ എന്തെങ്കിലുമൊക്കെ പാറ്റേൺ കൊടുക്കാനും അല്ലെങ്കിൽ കുറച്ച് പ്ലീറ്റ്സുകൾ കൊടുക്കാനും ഒക്കെ കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ യൂസ്ഫുൾ ആകും. പക്ഷെ ഞാൻ നോക്കട്ടെ എൻ്റെ മെറ്റീരിയൽ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ്. കണ്ടോടാ എല്ലാം ഞാൻ ബ്രൈറ്റ് എടുത്തേക്കുന്നത്. ഇതൊരു ഓറഞ്ച് ആണ്, ബൂട്ടാസാ വരുന്നത്, ഓറഞ്ച് ബൂട്ടാസാ വരുന്നത്. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. എനിക്കൊരു ഓറഞ്ച് ഷെയ്ഡ് വേണം, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ കണ്ടോ, ഇത് ഞാൻ 129 പെർ മീറ്റർ 129 ഉള്ള ഒരു മെറ്റീരിയലാണ്. 2.5 മെറ്റീരിയൽ, ഒരു പ്ലെയിൻ സ്ലിറ്റഡ് കുർത്തി വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം കയറിയപ്പോൾ എനിക്കൊരു ബ്രൈറ്റ് ഓറഞ്ച് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു ഷോപ്പിലും എനിക്ക് ബ്രൈറ്റ് ഓറഞ്ചിൻ്റെ സെറ്റ് കിട്ടിയില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ വിചാരിച്ചു ഓക്കെ എന്നാൽ ഇതിൻ്റെ തന്നെ ഒരു പ്ലെയിൻ ഓറഞ്ചിൻ്റെ പാൻറ് വിട്ടിട്ട് ഇപ്പോൾ കുറേ ഇല്ല ദാവണിയൊക്കെ തയ്ക്കുന്ന ലൈനൊക്കെ വരുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, ദാവണിക്കൊക്കെ ഷോളായിട്ടുണ്ട്. ഒരു 2 മീറ്റർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഷോളായിട്ടും പെയർ ചെയ്യാം എന്ന് കരുതി അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. സോ ദിസ് ഇസ് ദ വൺ. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബട്ട് ഇതൊന്ന് തയ്ച്ച് കൊള്ളാക്കാതിരുന്നാൽ മതിയായിരുന്നു. ബിക്കോസ് ഞാനാണ് തയ്ക്കുന്നത് കൊണ്ട് ഞാൻ നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പുറത്ത് കൊടുത്ത് തയ്പ്പിക്കും. ഞാനപ്പോൾ അതിൽ പുറത്ത് കൊടുക്കണോ അത് ഞാൻ തന്നെ തയ്ക്കണോ എന്നുള്ളൊരു കാര്യത്തിൽ കൺഫ്യൂസിങ് ആണ്. നോക്കട്ടെ, എന്തായാലും ഞാൻ സമയം എടുത്തേ ഓരോന്നും സ്റ്റിച്ച് ചെയ്തോളൂ. എത്ര പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നശിപ്പിക്കേണ്ടല്ലോ. അപ്പോൾ ഇതാണ് നല്ല ഭംഗിയല്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ കളർ. ഇതിന് പാൻസ് ഷോൾ ഞാൻ വാങ്ങിച്ചില്ല, വിചാരിച്ചു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇട്ടിട്ട് പോയിട്ട് നമുക്ക് ഷോളും പാൻസും എടുക്കാം. അപ്പം വെച്ച് നോക്കാമല്ലോ ഏതാണ് മാച്ച് ആവുന്നതെന്ന്. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഷോളും പാൻസും എടുത്തില്ല. ഇതാണ് ഞാനൊരു മെറ്റീരിയലായിട്ട് അപ്പോൾ എടുത്തെനിക്ക് ലോങ് സെറ്റായിട്ട് കിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറേ ഇൻസ്റ്റാ പേജിലൊക്കെ കണ്ടു. ബട്ട് സ്റ്റിൽ ഇത് തയ്ച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ഇത്ര ബ്രൈറ്റ് ഒരു ഓറഞ്ച് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങുന്നത്. നോക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത. ഇതൊരു മെറ്റീരിയൽ, ടോപ്പിൻ്റെ മെറ്റീരിയൽ മാത്രമായിട്ട് വാങ്ങിച്ചാണ്. അടുത്ത വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ കുർത്തിയാണ്. കോട്ടൺ കുർത്തി സെറ്റാണ്, സൽവാർ സെറ്റാണ്. ഇതാണ് കോട്ടൻ്റെ സെറ്റ് വരുന്നത്. ഫ്രണ്ട് ഇങ്ങനെ ഒരു ലേസ് ഡീറ്റെയിലിംഗ് ഉണ്ട്. ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പുറം ഇപ്പുറം പ്രിന്റ് വരുന്നതുകൊണ്ട് തന്നെ ഇത് പോകില്ല. അങ്ങനെയാണല്ലോ പറയുന്നത്, അമ്മയൊക്കെ പറയുന്നത് അപ്പുറം ഇപ്പുറം പ്രിന്റഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കളർ പോകില്ലാന്ന്. സോ അതേപോലെ ഞാൻ നോക്കിയപ്പോൾ അപ്പുറം ഇപ്പുറവും പ്രിന്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കളർ പോകില്ല എന്ന് വിശ്വസിക്കുന്നു. സോ ദിസ് ഇസ് ദ മെറ്റീരിയൽ. ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇതാണ് ടോപ്പിന്റെ മെറ്റീരിയൽ, ഇങ്ങനെ വരും. ആൻഡ് ഇത് പാൻറ് ഇതേപോലെ. അപ്പോൾ കോട്ട് സെറ്റ് ആയിട്ടൊക്കെ ഇതാണ്. ഷോള് പെയർ ചെയ്തില്ലെങ്കിലും പാൻറ്റും ഷോളും ആയിട്ട് ഇടാനും ഭംഗിയായിരിക്കും. ഇതാണ് അതിൻ്റെ പാൻസ് വരുന്ന മെറ്റീരിയൽ, അതും പ്രിന്റഡ് ആണ്. സോ ദെൻ ഇതാണ് അടുത്ത നമ്മുടെ സെറ്റ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ബാക്കിയെല്ലാം പ്ലെയിൻ ആണ്. പാൻറ്റും ടോപ്പും കണ്ടല്ലോ. പിന്നെ ഇത് ലേസിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നത് കൊണ്ട് തന്നെ പ്രത്യേകം നമുക്ക് പിന്നെ കഴുത്തിന് പ്രത്യേകം ഡിസൈൻ കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ നോർമലി കൈ ഒന്നെങ്കിൽ ഇത്രയും അല്ലെങ്കിൽ നമ്മുടെ എൽബോ ഇത്രയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാത്തിനും കൈക്ക് നീളം കൊടുക്കുന്നത്. സോ ഇതാണ് അടുത്ത അതിൻ്റെ ഷോള് വരുന്നത്. ഷോളിൽ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷോളാണ്. നല്ല തിന്നാണ്. എനിക്ക് അറിയത്തില്ല കുറച്ച് ഇടുന്ന അനുസരിച്ച് ഇത് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. എനിവേ ഇതെപ്പോഴും ഇങ്ങനെ പശയൊക്കെ മുക്കി ഇടുമ്പോഴാണ് ആ ഒരു ഭംഗി, ആ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ കിട്ടുന്നത്. എനിവേ ഇതാണ് നമ്മുടെ ഷോൾ വരുന്നത്. സെയിം അതേ പാറ്റേൺ, ആ ഒരു പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെ ആ ഒരു പാറ്റേൺ തന്നെയാണ് ബോർഡറിൽ പോയിരിക്കുന്നത്. പാൻസിൻ്റെ ഒക്കെ ഏകദേശം ഒരു ഡിസൈനാണ് ഇതിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ അതൊരു സെറ്റായിട്ട് ഇടാൻ പറ്റുന്നത്. പക്ഷെ ഞാനിത് ഷോളിൽ ഇടുന്നതിനേക്കാൾ എനിക്കത് കോട്ട് സെറ്റായിട്ട് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത സൽവാർ സെറ്റ്. ഇതൊരു കോട്ടൺ സൽവാർ സെറ്റാണ്. ഒരു ക്യാഷ്വലാണ്. ഞാൻ ഓഫീസിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഇട്ട് നമുക്ക് വളരെ ക്യാഷ്വലായിട്ട് പോകാൻ പറ്റുന്ന ഒരു സെറ്റാണ്. അപ്പോൾ അങ്ങനെ നോക്കി വാങ്ങിച്ചത് എനിക്ക്. അപ്പോൾ ആ വൈറ്റും ആ ഓഫ് വൈറ്റും വരുന്ന കോട്ടണാണ്. ഇതും ഒരു കോട്ടൺ സെറ്റാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ്. ഇതിന് എനിക്ക് രണ്ടിടത്തിന് ലൈനിങ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ബൊട്ടീക്കിൽ നിന്ന് ഞാൻ എടുത്തതിന് ലൈനിങ് എടുക്കാനായിട്ട് എനിക്ക് അവിടെ കിട്ടാനായിട്ട് ഞാൻ പരാഗിൽ പോയിരുന്നു. അപ്പോൾ പരാഗിൽ പോയപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ച ഒരു മെറ്റീരിയലാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പ്ലെയിൻ ടച്ച്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഞാൻ 3 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. ഞാനൊരു പ്രത്യേക ഡിസൈൻ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്.
എങ്ങനെയാവും അറിയില്ല, നോക്കട്ടെ. എന്തായാലും ഒരു ക്രഷ്ഡ് മെറ്റീരിയൽ ആണേ. ഒരു ഓർഗൻസ, ഒരു ലൈറ്റ്, മറ്റേ ഒത്തിരി മുന്ന് നിൽക്കാത്ത തരത്തിലെ ഒരു മെറ്റീരിയലാണ് കണ്ടോ. ഒത്തിരി നമുക്ക് പ്ലീറ്റ് എടുക്കാൻ പറ്റുന്ന തരം അല്ല, പക്ഷെ നമ്മുടെ മറ്റേ അയൺ ബോക്സ് വെച്ചിട്ടൊക്കെ അതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഒരു അയൺ ബോക്സ് ഒക്കെ വെച്ചിട്ട് തേക്കുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പ്ലീറ്റ്സ് ഇരിക്കും. അപ്പോൾ ആ രീതിയിൽ ഓക്കെ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ്. അപ്പോൾ ഞാനിതൊരു എനിക്ക് തോന്നുന്നു 3 മീറ്റർ അങ്ങാണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് പരാഗിലൊന്നും വാങ്ങുമ്പോഴല്ലോ അവർ ഇവിടെ എനിക്ക് അടുത്തുള്ള പരാഗിലാണ് വാങ്ങുന്നത്. ഇവിടെ പരാഗിൽ എന്ന് പറഞ്ഞാൽ അവർ എത്ര മീറ്റർ ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്ര അതിൻ്റെ രൂപയെന്നോ ഞാൻ നേരത്തെ കാണിച്ച പോലെ സ്റ്റിക്കർ ഒട്ടിക്കത്തില്ല. അപ്പം നമുക്കും അത് എത്ര മീറ്റർ ആയിരുന്നു വാങ്ങിച്ചത് അല്ലെങ്കിൽ എത്ര ഉണ്ടായിരുന്നു എന്ന് നമുക്കൊരു ഓർമ്മ വരത്തില്ല. നമ്മൾ പിന്നെ അത് അളന്ന് നോക്കേണ്ട ആവശ്യം വരും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ ഞാനൊരു A-line കട്ടിൽ ഞാനൊരു പാറ്റേൺ കാണിച്ച ആ ഒരു പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്യണം എന്ന രീതിയിൽ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 3 or 3 to 4 മീറ്ററിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെയും ലൈനിങ് ഞാൻ കാണിച്ചില്ല. അപ്പോൾ ഇത് പ്ലെയിൻ മെറ്റീരിയൽ പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ ഒരു ക്രഷ്ഡ് ആയിട്ടുള്ള ഓർഗൻസയാണ്. അപ്പോൾ ഇതും എങ്ങനെ വരും എന്ന് എനിക്കറിയില്ല. ഞാൻ കാണിച്ച പാറ്റേൺ ഞാൻ മറന്നേ പോയി, നീ തപ്പിയെടുക്കണം. ഒന്നെങ്കിൽ ആ പാറ്റേൺ അല്ലെങ്കിൽ എനിക്ക് തയ്ക്കാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും ഒരു പാറ്റേണിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്തായാലും കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് സൽവാർ. ഇത് സൽവാറായിട്ട് സെറ്റ് ആയിട്ടാ, പക്ഷെ ഇത് ഞാൻ സെപ്പറേറ്റ്ലി വാങ്ങിച്ചതാണ്. പരാഗിന്ന് വാങ്ങിച്ചതാ. ഇൻഡിഗോയുടെ ഒന്നും വേണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ഓൺലൈൻ മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നോക്കിയിട്ട് ഇൻഡിഗോയുടെ ഒത്തിരി ഉണ്ട്, 500, 600 ഒക്കെ റേറ്റ് ഉള്ളത്. അപ്പോൾ ഞാനത് ഓൾറെഡി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്നും പിന്നെ ചെയ്യേണ്ട, വാങ്ങിക്കാൻ ഇടുക, എന്തെങ്കിലും ഒരു ഓൾട്ടറേഷൻ ഉണ്ടെങ്കിൽ അത് മാത്രം ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അത് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം 3-4 ഇൻഡിഗോയുടെ പാറ്റേൺ വരുന്ന ഡിഫറെൻറ്റ് പാറ്റേൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ പാൻറ്, ഷോള്, ടോപ്പ്, അതിനെല്ലാത്തിനും കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഷോള് അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഇങ്ങനെ സ്റ്റിച്ചൊക്കെ വീണു ലാസ്റ്റ് പീസായിരുന്നു. എനിക്ക് ഷോള് പിന്നെ എനിക്ക് താഴെ ഞാൻ സെപ്പറേറ്റ് ഷോളായിട്ട് തന്നെ വാങ്ങുമായിരുന്നു. ഒരു മെറ്റീരിയൽ അല്ല, ഷോളായിട്ട് തന്നെ വാങ്ങുമായിരുന്നു. ഇത് പക്ഷെ ഞാൻ കട്ട് ചെയ്ത് വാങ്ങിച്ചു. ഇതും ഈ പറഞ്ഞ പോലെ 230 or 3 മീറ്റർ ആണ് ഞാൻ വാങ്ങിച്ചു. ഇതിൻ്റെ അകത്തും സ്റ്റിക്കർ ഒട്ടിക്കാതെന്ന് എനിക്കറിയില്ല. ഇതും കോട്ടൺ ആണ്, ഇൻഡിഗോ ഡിസൈൻ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലതായിട്ടൊക്കെ തയ്ച്ചൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. സോ ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ഇതിന് പെർ മീറ്റർ 160 ആണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ഫുൾ പ്ലെയിൻ ആണ്. ലാസ്റ്റിൽ ഈ ഒരു ബോർഡർ ഉണ്ട്. ബോർഡർ വെക്കുമല്ലേ എനിക്കറിയില്ല. A-line ഒക്കെ ആണെങ്കിൽ ബോർഡർ വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ആൻഡ് ഇത് ഞാൻ സെപ്പറേറ്റ്ലി സ്റ്റിച്ച് ചെയ്ത് വെച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോക്കിയാണ് ഞാൻ ടോപ്പിനും പാൻറ്റിനും ഷോളിനും കൂടെ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഇത് പാൻറ്റിന് വേണ്ടിയിട്ട് വാങ്ങിച്ചേക്കുന്ന ഇതും കോട്ടൺ ആണ്. ഈ ഒരു ഡിസൈനാണ് പാൻറ്റിന് വേണ്ടിയിട്ട് വാങ്ങിച്ചേക്കുന്നത്. അപ്പം എനിക്ക് മുകളിൽ നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ താഴെ ആകെ ഈ ഒരു ഡിസൈൻ, ഈ ഒരു ഷോൾ മാത്രമേ ഉള്ളായിരുന്നു. അത് ഞാൻ നോക്കിയപ്പോൾ പക്ക ഇതിനോട് മാച്ചും ആവുന്നുണ്ട് അല്ലേ. ബിക്കോസ് നോക്കിയാൽ ഇതിൻ്റെ അകത്ത് കണ്ടോ ഈ ഒരു ലൈനിങ് ഒക്കെ പോകുന്നത് ഈ ഒരു പാൻറ്റിനോട് മാച്ച് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കണ്ടോ ബ്ലൂ വൈറ്റ് സ്ട്രിപ്പ് അങ്ങനെ തന്നെയാണ്, ബ്ലൂ വൈറ്റ് സ്ട്രിപ്പ്. അപ്പോൾ ഇതിനോട് അങ്ങനെ മാച്ച് ആയതുകൊണ്ട് മൂന്നുകളെ തയ്ച്ചിടുമ്പോൾ സെപ്പറേറ്റ് ആണെന്ന് ഫീൽ ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഫീൽ ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഇതേപോലെ ഇതിൻ്റെ അടിയിൽ മീൻസ് ഇതിൻ്റെ എൻഡിൽ ഇത് ഷോൾ കട്ട് ചെയ്ത് വാങ്ങിച്ചതല്ല, റെഡി ഷോൾ ആയിരുന്നുകൊണ്ട് തന്നെ ഓൾറെഡി ഇതിൻ്റെ എൻഡിലൊക്കെ ഡിസൈൻ വരുന്നുണ്ട്, ത്രെഡ് വർക്ക് വരുന്നുണ്ട്. സ്കാലപ്പ് അല്ല, പക്ഷെ സ്കാലപ്പിൻ്റെ കൂട്ടൊരു ത്രെഡ് ഡിസൈൻ ഒക്കെ എംബ്രോയിഡറി ഡിസൈൻ വരുന്നുണ്ട്. ഇതിൻ്റെ 4 എൻഡിലും 6 ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫിനിഷിങ് ഉണ്ട് താൻ. അപ്പോൾ ഇതാണ് പാൻസും, ഇതാണ് ഷോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ ദിവസം മെറ്റീരിയൽ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ സൽവാർ വാങ്ങണം എന്നൊരു ആഗ്രഹം. അങ്ങനെ പെട്ടെന്ന് പോയി ഷോപ്പിങ്ങിന് പോയി 3-4 കടയിൽ കയറി അങ്ങനെ വാങ്ങിച്ചതാണ്. എനിക്കിഷ്ടപ്പെട്ടതൊക്കെ പെട്ടെന്ന് ബുക്ക് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഒരു 7 to 8 സൽവാർ സെറ്റുകൾ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടമാണ്. പുറത്തൊക്കെ പോയി ഇങ്ങനെ മെറ്റീരിയലൊക്കെ നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് വെച്ച് നോക്കി അങ്ങനെയൊക്കെ വാങ്ങുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പോയിട്ട് എൻ്റെ ഒരു മൈൻഡ് റിലീഫിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കാണുന്നത്. എനിക്ക് ജ്വല്ലറിനേക്കാളും ബാക്കി എന്തിനേക്കാളും എനിക്കൊരു ക്രേസ് ഈ ഡ്രസ്സസിനോടാണ്. അപ്പോൾ അങ്ങനെ പോയി ഞാൻ എന്തായാലും കുറച്ച് ഫോർമൽ ടൈപ്പിൽ വാങ്ങാം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അതിൻ്റെ അകത്തും കാഷ്വലായിട്ട് നമുക്ക് ഓഫീസ് വെയറിനൊക്കെ ഡേ ടു ഡേ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കോട്ടണും ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് ഇത്രയും സെറ്റുകളാണ് ഇന്ന് ഞാൻ ജസ്റ്റ് കാണിക്കണം എന്ന് വിചാരിച്ചേ. അപ്പോൾ ഇതിൻ്റെ ഏത് നിമിഷം എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ഇനിയും ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് മാക്സിന്ന് അതേപോലെ ഈസി ബൈന്ന് ഒക്കെ വേറെയും കുറേ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ മാക്സിന്ന് വാങ്ങിച്ചാണ്. അതിൻ്റെ ഒരു സെറ്റ് ഓഫ് ഡ്രസ്സ് എടുത്തുകൊണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് ഏത് സൽവാർ ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഹോൾ വീഡിയോസൊക്കെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹോൾ വീഡിയോസും അതുപോലെ ഓർഗനൈസിങ് റീസെറ്റിംഗ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസ് നോക്കാവുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തുടർന്ന് ഇപ്പോഴത്തെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യും മാത്രമേ ഇനി ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Till then, take care and bye.